നമസ്കാരം. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് എല്ലാ വർഷവും അവധിക്കാലങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. 5 ദിവസം മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളാണ്. എന്നാൽ ഈ വർഷം ഈ ക്യാമ്പുകൾക്ക് പകരം നമ്മളൊരു പ്രത്യേക രീതിയിൽ ഒരു സമാന്തര വിദ്യാഭ്യാസവും ഒപ്പം കുട്ടികൾക്ക് ഉന്മേഷവും ഉത്സാഹവും പകരുന്ന മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ മാറ്റുകയാണ്. ആ പ്രോഗ്രാമിൻ്റെ പേര് ആലപ്പുഴയെ അറിയൽ. കട്ട് ചെയ്ത് ഇട്ടോളൂ അല്ലേ. ആ പ്രോഗ്രാമിൻ്റെ പേര് എക്സ്പ്ലോർ ആലപ്പുഴ എന്നുള്ളതാണ്. SLS ചരിത്രവണ്ടി അഥവാ എക്സ്പ്ലോർ ആലപ്പി എന്ന ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആലപ്പുഴയെ നമ്മൾ 5 സോണുകളായിട്ട് തിരിച്ചിട്ട് ഓരോ സോണിലേക്കും ഓരോ ദിവസം യാത്ര പുറപ്പെടുകയാണ്. ആലപ്പുഴയിലെ പൈതൃക മേഖലകൾ, ആലപ്പുഴയിൽ ജീവിച്ചിരുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ, അവരുടെ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ ചരിത്രവും സംസ്കാരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖല, അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുടെ പാരിസ്ഥിതിക മേഖല, പിന്നെ അതുപോലെ തന്നെ കൈത്തൊഴിൽ മേഖലകൾ, കരകൗശല മേഖല, വ്യവസായ മേഖല, അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത്, അതുപോലെ തന്നെ ചലച്ചിത്ര നാടക സാഹിത്യ സംഗീത മേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികൾ, ഇവരെല്ലാം ഇവർ ജീവിച്ചിരുന്ന ഇടങ്ങൾ, ജീവിച്ചിരിക്കുന്നവരുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ അത്തരം ബന്ധപ്പെടലുകൾ എല്ലാം നടത്തുന്നതിന് വേണ്ടി കുട്ടികളുമായിട്ടുള്ള യാത്രകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 1ാമത്തെ യാത്രയാണ് ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത്. ഈ 1ാമത്തെ യാത്ര ആലപ്പുഴയുടെ തെക്കൻ മേഖലയിൽ 1ാം സോൺ, അതായത് ഫസ്റ്റ് സോണിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ തെക്കൻ മേഖലകളിലെ 1ാമത് തകഴി സ്മാരകം, അതുപോലെ തന്നെ കരിമാടിക്കുട്ടൻ, കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം, PK മെമ്മോറിയൽ ഗ്രന്ഥശാല, കേരളത്തിലെ അതായത് തിരുവിതാംകൂറിലെ 1ാം നമ്പർ ഗ്രന്ഥശാലയാണ്. അതുപോലെ തന്നെ വണ്ടാനം കാവ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. പിന്നെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സാമൂഹ്യ പരിഷ്കർത്താവും അധകൃതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിച്ചിരുന്ന ഇടം, പിന്നെ അതേപോലെ തന്നെ ആറാട്ടുപുഴ ബീച്ച്, കരിമണലുമായി ബന്ധപ്പെട്ട മേഖല, പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ, അതുപോലെ തന്നെ വലിയഴിക്കൽ, കൂടാതെ മിൽമ വരുന്ന മിൽമ, ഇത്തരം പ്രദേശങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള യാത്രയാണ് ഞങ്ങളിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്ക് നമുക്ക് 25ഓളം കുട്ടികളും 10ഓളം ആ കുട്ടികൾക്ക് നമുക്ക് വേണ്ട സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള SLSൻ്റെ സന്നദ്ധ പ്രവർത്തകരും ചേർന്നിട്ടാണ് യാത്ര ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത യാത്ര തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ പരിപാടിയിൽ ഞങ്ങളോട് സഹകരിക്കുന്ന ഇതിൻ്റെ മാധ്യമ പ്രവർത്തകരോടും, അതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി, അതേപോലെ തന്നെ നമ്മുടെ ശിശു വികസന ശിശു ക്ഷേമ ബോർഡ്, വനിത, അതുപോലെ തന്നെ വനിതാ ശിശു വികസന ബോർഡ്, അതുപോലെ തന്നെ സുജാത ഫൗണ്ടേഷൻ, ഇവർക്കെല്ലാം തന്നെ പ്രത്യേകം നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചരിത്ര അന്വേഷണ വണ്ടി ഇപ്പോൾ ഇവിടെ പുറപ്പെടുകയാണ്. നമുക്കറിയാം, ആലപ്പുഴ എന്ന് പറയുന്നത് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഭൂമിയാണ്. നമ്മുടെ പ്രായമായവരോട് ചോദിച്ചാൽ പോലും ചിലപ്പോൾ കളക്ട്രേറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മക്കളെ കളക്ട്രേറ്റ് എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ നമുക്കറിയാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ വർഷവും ചെയ്തു വരുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് എവിടെയെങ്കിലും ഒരു ഹാളിലാണ് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തതെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് ആലപ്പുഴയുടെ തെക്കൻ ഭാഗങ്ങളിലേക്ക് രാവിലെ പുറപ്പെട്ട് വൈകുന്നേരം വരത്തക്ക രീതിയിൽ ആലപ്പുഴയിലെ തകഴി സ്മാരകം, കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം, അതുപോലെ തന്നെ നമ്മുടെ പല്ലന, കുമാരകോടി തുടങ്ങിയ എല്ലാ പ്രശസ്തമായ സ്ഥലങ്ങളും അതുപോലെ തന്നെ അവരുടെ പരിചയപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇവർക്കൊരു നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവക്കുറിപ്പുകൾ തയ്യാറാക്കുക, ക്വിസ് പ്രോഗ്രാം. അങ്ങനെ നിങ്ങൾ ഈ പ്രൊജക്റ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 5 ട്രിപ്പാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആലപ്പുഴയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കത്തക്ക രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പിന്തുണയുണ്ട്, ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ പിന്തുണയുണ്ട്,
അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ്, ഇത് മൂന്നും കൂടെ ചേർന്നുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. അപ്പോൾ ഇതിന് ഫ്ലാഗ് ഓഫ് നൽകുന്നത് ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും അതുപോലെ തന്നെ സബ് ജഡ്ജുമായ ശ്രീ പ്രമോദ് മുരളി സാറാണ്. പ്രമോദ് മുരളി സാറിന് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് 2 വാക്ക് സംസാരിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നുള്ളതറിയാം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സംസാരിച്ചതുപോലെ ആലപ്പുഴയെ സംബന്ധിച്ച് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആലപ്പുഴയിൽ ഇതുപോലെ കലാ സാംസ്കാരിക പൈതൃകം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾ രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരമാണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഈ തെക്കൻ മേഖലകളിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. അപ്പം നമ്മൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസ്ഥാനം വിട്ടോ അല്ലെങ്കിൽ രാജ്യം വിട്ടോ പല സ്ഥലങ്ങളും അവർ കണ്ടിട്ടുണ്ടാവും. അല്ല, നമ്മുടെ പട്ടണത്തിൽ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇതുപോലുള്ള പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉത്തരം നോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാത്ത ഒരു അനുഭവമാണ് നിങ്ങൾ ഈ കുട്ടികളെ ഇത്രയും പേർക്ക് കിട്ടാൻ പോകുന്നത്. അത് തന്നെ വലിയൊരു സൗഭാഗ്യമാണ്. നിങ്ങളുടെ വെക്കേഷൻ ആഘോഷപൂർണ്ണമാക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നാളെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറിനും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫ് സ്കിൽസിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയുടെയും സഹകരണം ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സഹകരണം എല്ലാ സമയവും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് സദാ ഞങ്ങൾ സന്നദ്ധരായിട്ട് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഘോഷപൂർണ്ണമായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് വിനോദയാത്ര മാത്രമല്ല, ഇതൊരു പഠനയാത്രയും കൂടിയാണ്. ഇതിനെ തുടർന്ന് നിങ്ങൾ ഇന്നത്തെ ഈ വൺ ഡേ ട്രിപ്പിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് കുറിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുക. ഏറ്റവും ബെസ്റ്റ് രീതിയിൽ എഴുതുന്ന ആ അനുഭവക്കുറിപ്പിന് പ്രത്യേകമായിട്ടുള്ള ഒരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ജേണി. വളരെ സുരക്ഷിതരായിട്ട് പോയിട്ട് വരിക. കൂട്ടം തെറ്റി പോകാതെ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും പറയുന്ന നമ്മുടെ മുതിർന്ന ആൾക്കാർ നമ്മുടെ കൂടെയുള്ളവരുടെ പറയുന്നത് അനുസരിച്ച് പോയി വരിക. താങ്ക് യു.
കയ്യിലിപ്പം വീണ ഗോപിയുടെ കയ്യെഴുത്ത് വൃത്തിയുണ്ടായിരുന്നു. അപ്പം ഇന്നേക്ക് 100 വർഷങ്ങൾ 101-ാമത്തെ വർഷമാണ്. 1924 അദ്ദേഹം ഇവിടെ ബോട്ട് അപകടം ഉണ്ടാകുന്നത്. ആ വാർത്ത നാടറിയാനായിട്ട് ഒരാഴ്ച എടുത്തു. ഇന്ന് പത്രങ്ങളില്ല, മാധ്യമങ്ങളൊന്നുമില്ല. അത് ഒരാഴ്ച എടുത്തു വാർത്ത അറിയാനായിട്ട്. അന്നത്തെ ആദ്യത്തെ പത്രങ്ങളായ രാജ്യസമാചാരം, മാതൃഭൂമി, മനോരമ, അന്നത്തെ പത്രങ്ങളിൽ ദിവസമില്ല, ആഴ്ചയിലൊരു പത്രമേ ഉള്ളൂ. അപ്പോഴാണ് അറിയുന്നത് മരിച്ചത്. അവസാനം തന്നോടുള്ള സ്നേഹവും കാരുണ്യം പ്രമാണിച്ച് തന്നോടുള്ള സ്നേഹവും പരിഗണനയും കണ്ടുകൊണ്ട് ഈ യുവതിക്ക് ഈ ബുദ്ധ മുനിയോട് അനുരാഗം തോന്നുന്നു. അപ്പൊ അദ്ദേഹം മഹർഷി ആയിട്ട് ബുദ്ധ യുവ പറയും. അങ്ങനെയാണ് യോഗാസനം ചേർക്കുമ്പോൾ അന്നത്തെ രാജാവ് പ്രസേനജിത്ത് ആ രാജാവിന്റെ അറിയും പ്രശ്നമാവും. അപ്പോൾ ഈ രാജാവിനോട് കോപിക്കും. ഒരു ചണ്ടാല ഭിക്ഷുകി ആശ്രമത്തിൽ പ്രവേശിക്കൂ, എന്താണ് ഈ കഥ? അപ്പോഴാണ് ഈ ജാതിയുടെ നിരർത്ഥകതയെക്കുറിച്ച് ഇദ്ദേഹം വാചാലനാകുന്നത്. അതിലെല്ലാ കാര്യം നമ്മുടെയൊക്കെ എല്ലാവരുടെയും രക്തം ഇത് മുറിച്ചു കഴിഞ്ഞാൽ ചുവന്ന രക്തമാണ്. എല്ലാവർക്കും ഒരു ഹൃദയമാണ്, എല്ലാവർക്കും ഒരു കരളേ ഉള്ളൂ, എല്ലാവർക്കും 2 കണ്ണുകളാണ്. എന്തിനാണ് ഈ ജാതി വ്യത്യാസം കൊണ്ട് നടക്കുന്നത് എന്നുള്ള അതിലാകൃഷ്ടനായിട്ട് ഈ ചണ്ടാല ഭിക്ഷുകിയായ ഈ യുവതി ഈ ആശ്രമത്തിൽ ചേർന്ന് ഈ ആഗോള ഈ ജീവിതകാലം മുഴുവൻ ഒരു ബുദ്ധ സന്യാസിനായിട്ട് മാറി എന്നാണ്. അതിൻ്റെ ആശയമാണ് ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിലൂടെ കുമാരനാശൻ ആവിഷ്കരിക്കുന്നത്. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ, ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ ആഭൂതിയെങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൽ, ലാളിച്ചു പെറ്റലതയൻ പൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരേ ദലമർമരങ്ങൾ. ആരോമലാമഴക് ശുദ്ധി മൃദുത്വമാഭ സാരള്യമെന്ന സുകുമാരഗുണത്തിനെല്ലാം പാരിങ്കലേതുപമ ആ മൃദുമയിൽ നവ്യതാരുണ്യമേന്തിയൊരു നിന്നില കാണണം താൻ. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. ഹാ പാപമോമൽ മലരേ ബത നിന്റെ മേലും ക്ഷേപിച്ചിതേ കരുണയറ്റ കരം കൃതാന്തൻ. വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നു കപോതമെന്നും.
അതായത് 24 ഇന്ന് 24-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. ഞങ്ങൾ അമ്പലപ്പുഴയിൽ വിവിധ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ച് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വലിയഴിക്കലിലെ പവർ ഹൗസിൻ്റെ മുകളിലാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിനകത്ത് പങ്കെടുത്തവരെ കൊണ്ട് അഭിപ്രായം പറയിക്കുന്നതായിരിക്കും. കുട്ടികളും പേരൻസും ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ ഇതിനകത്ത് ഒരു പേരൻസിൻ്റെ അവർ 3 പേരാണ് SLSൻ്റെ എല്ലാ പരിപാടികളിലും ഇവർ എത്താറുണ്ട്. അപ്പം പേര് പറഞ്ഞു. അതെ, എൻ്റെ പേര് ഷൈമ. ഞാനും എൻ്റെ 2 മക്കളുമാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നത്. ശരിക്കും ആലപ്പുഴ നിവാസികളാണെങ്കിൽ പോലും ആലപ്പുഴയിലെ പല സ്ഥലങ്ങളെക്കുറിച്ച് നമുക്കത്ര ധാരണയില്ല. ഇന്നത്തെ ഈ യാത്ര, രാവിലെ തുടങ്ങിയ യാത്രയിലൂടെ പല സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു, ആസ്വദിച്ചു. വളരെ ഭംഗിയായിട്ട് ഇപ്പം ഞങ്ങൾ വലിയഴീക്കൽ ലൈറ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. ഇനിയും കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്. അസ്തമയവും കണ്ട് വീട്ടിലേക്ക് പോകണം. തീരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അടുത്ത ട്രിപ്പിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഞാൻ ഹൃദയംഗമമായി നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശുഭാഞ്ജലി. എൻ്റെ മോളും കൂടെ വന്നിട്ടുണ്ട്. സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൻ്റെ ഒഫീഷ്യൽ മെമ്പറും കൂടെയാണ്. ഇന്ന് ഞങ്ങൾ രാവിലെ തുടങ്ങിയതാണ്. 9:30-ക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓരോരോ സ്ഥലവും കണ്ടിങ്ങനെ വരുന്നു. നേരത്തെ കേട്ടിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം കാണുമ്പോൾ, അടുത്തറിയുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻഫോർമേറ്റീവാണ്, കുറച്ചും കൂടി ഒരു രസമുണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള യാത്രയിൽ അതിൻ്റെ രസം വേറെയാണ്. ഇതെല്ലാം മനസ്സിൽ കിടക്കും. എഴുതി വെക്കണം എന്ന് ആദ്യം കരുതി, പിന്നെ ഈ പോയതെല്ലാം മെമ്മറിയിൽ അതുപോലെ കിടപ്പുണ്ട്. കാരണം സ്വീറ്റ് മെമ്മറീസാണ്. കൂടെ വരുന്ന ഓരോ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഏറ്റവും രസകരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ആക്ടിവിറ്റീസ്, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം അതിൻ്റെ കൂടെ കുറച്ച് സ്നാക്സും വെള്ളവും എല്ലാമായിട്ട് വളരെ രസകരമായിട്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് ഹൗസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. നല്ല കാറ്റുണ്ട്, പുറകിൽ പാലം കാണാം. ഇതെല്ലാം രസകരമായിട്ട് പോകുന്നു. താങ്ക് യു. I'm extremely delighted to be a part of this tour, and also by the School of Life Skills, and I'm really grateful to Shaji sir to give me an opportunity to participate in this exciting trip, and this is really memorable experience. സാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒഫീഷ്യൽ മെമ്പർ കൂടിയാണ്. ഈ ഗ്രൂപ്പിനെ നയിക്കുന്ന കൂട്ടത്തിൽ ഒരു നേതൃസ്ഥാനം കൂടി വഹിക്കുന്നതാണ്. നമ്മുടെ കുട്ടികളുടെ ഭാഗത്തു നിന്നും ഇന്ന് വെക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബോറടി ആയിരുന്നു വീട്ടിൽ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ ആലപ്പുഴ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, ഇത് ഒരു ജോയുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്തായിരുന്നു, ഓരോ കവികളെയും പറ്റിയും ആലപ്പുഴയുടെ ഇതിൻ്റെ സംസ്കാരത്തിനെ പറ്റിയും എല്ലാം പഠിക്കാൻ പറ്റി. അതിന് ഞങ്ങൾക്ക് നല്ലോണം നന്ദിയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒക്കെ ഓരോ കാഴ്ചകൾ കണ്ടും എല്ലാം രസിച്ചിട്ട് പോകുന്നു. ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു. വണ്ടാനം കാവ്, കരുമാടിക്കുട്ടൻ്റെ സ്മാരകം, കുമാരനാശാൻ്റെ സ്മാരകം, അതുപോലെ തന്നെ വലിയഴിക്കൽ ബീച്ച്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക് ഈ കുട്ടികൾക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇത് വെക്കേഷൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രണ്ട്സായിട്ട് പോകുന്നതാണ്. കുറേ സന്തോഷിച്ചു. വീഡിയോയിൽ മാത്രമാണ് ഈ കരുമാടിക്കുട്ടൻ്റെ അമ്പലം കണ്ടിട്ടുള്ളത്, അമ്പലമല്ല. അപ്പം അവിടെ പോയി നേരിട്ട് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം. ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയതിന് താങ്ക്ഫുൾ. എൻ്റെ പേര് കൃഷ്ണ. ഞാൻ ആദ്യമായിട്ടാണ് ചരിത്രയാത്ര പോകുന്നത്. എനിക്കെല്ലാം പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം കണ്ട് മനസ്സിലായി. എപ്പോഴാണ് ജനിച്ചതും എപ്പോഴാണ് മരിച്ചതും മനസ്സിലായി.
കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴിക്കരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് തരാമോ കടലിനക്കര പോണോരെ കാണാൻ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴിക്കരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് തരാമോ ചന്ദനത്തോണിയേറി പോണോരെ നിങ്ങൾ പോയി 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 വരുമ്പോൾ എന്ത് കൊണ്ടുവരും ചന്ദനത്തോണിയേറി പോണോരെ നിങ്ങൾ പോയി 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 വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14-ാം രാവിലെ പാലാഴിക്കരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യക്കല്ല് തരാമോ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും Om Zimam Zimam Bing Bing Boo. Dum 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 Dum